റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ AD 595 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. AD 595 ഒരു ഞായറാഴ്ച ഗ്രിഗറി പാപ്പ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് പാപ്പ വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നിരയായി നിന്നിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ ചിരിച്ചു. അക്കാലത്ത് ദിവ്യബലിക്ക് ഉപയോഗിക്കുന്ന ഓസ്തി തയ്യാറാക്കിയിരുന്നത് ഇടവകയിലെ ഏതാനും സ്ത്രീകളായിരുന്നു. അങ്ങനെ ഓസ്തി തയ്യാറാക്കിയിരുന്ന സ്ത്രീകളിൽ ഒരാളാണ് ഉച്ചത്തിൽ ചിരിച്ചത്. ദേവാലയത്തിൽ എല്ലാവരും ആ സ്ത്രീ ചിരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പാപ്പായ്ക്ക് വലിയ വിഷമമുണ്ടായി. അദ്ദേഹം ആ സ്ത്രീയെ മാറ്റി നിർത്തി ചിരിച്ചതിൻ്റെ കാരണം തിരക്കി. സ്വയം ന്യായീകരിച്ചുകൊണ്ട് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു: കഴിഞ്ഞ ദിവസം എൻ്റെ കൈകൊണ്ട് ഞാനുണ്ടാക്കിയ ഓസ്തി അങ്ങ് കൂദാശാവചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതേ തുടർന്ന് ഗ്രിഗറി പാപ്പ ആ സ്ത്രീക്ക് ദിവ്യകാരുണ്യം നൽകാൻ വിസമ്മതിക്കുകയും തിരുവോസ്തിയിൽ ക്രിസ്തു സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന വിശ്വാസ വെളിച്ചം അവൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞയുടൻ പാപ്പായുടെ കയ്യിലിരുന്ന സിബോറിയത്തിലെ 2 തിരുവോസ്തികൾ മാംസം ധരിച്ചു. ഇത് കണ്ട് ആ സ്ത്രീ വാവിട്ട് നിലവിളിച്ചു. മുട്ടിന്മേൽ വീണ് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്നു. അവൾ പശ്ചാത്താപ വിവശയായി. കുറെ കഴിഞ്ഞപ്പോൾ മാംസം ധരിച്ച ആ തിരുവോസ്തികൾ സാധാരണ തിരുവോസ്തികളായി മാറി. ആ തിരുവോസ്തികൾ ഇന്നും ജർമ്മനിയിലെ ആൻഡെക്സ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ആരാധിക്കപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ തിരുവോസ്തിയിലെ യേശു സാന്നിധ്യത്തെ അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, തിരുവോസ്തിയിലെ ദിവ്യ സാന്നിധ്യത്തെ സംശയിക്കുന്നവർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.